ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു മീനച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓലമീൻ, ചില സ്ഥലത്ത് ഓലക്കൊടിയെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് അറിയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നോ കമൻറ്റ് ചെയ്യണേ. ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ മീൻ. അപ്പോൾ ഈ മീൻ നമുക്ക് കിട്ടിയത് തന്നെ ദില്ലിയിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് ഒരു ചേട്ടൻ വന്നപ്പോൾ നമുക്ക് കൊണ്ടു തന്നതാണ്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല അച്ചാറിട്ടാൽ നല്ല മീനായിരിക്കുമെന്ന്. അങ്ങനെ അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുറിച്ചെടുത്ത് ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി നമുക്ക് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം കടുകെണ്ണ, അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കടുകെണ്ണ തന്നെയാണ് കേട്ടോ അച്ചാറിന് എടുത്തിരിക്കുന്നത്. ഏത് അച്ചാറിനും കടുകെണ്ണ കേട്ടോ ബെസ്റ്റ്. പിന്നെ നമുക്ക് ആദ്യം ഇതിനകത്ത് നന്നായിട്ട് മീനൊന്ന് വറുത്തെടുക്കാം. നല്ലപോലെ വറുത്തെടുക്കണം മീൻ. നന്നായിട്ടായിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞ കളർ വേണ്ട, ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പം ഞാൻ മീനുകളെല്ലാം വറുത്ത് നന്നായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിനുള്ളത് കാണാം. ആ മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇവിടെ കിട്ടാത്തതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരാൾ കൊണ്ടുത്തന്നതാട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലോണം മൂക്കണമെന്നില്ല. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി, ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ വെള്ളമയമൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ കായം, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഇത്രയും നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് നമുക്ക് മീൻ ചാറ് വേണമെന്നുണ്ടെങ്കിൽ, അച്ചാറിന് ചാറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ പച്ചമീനാകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കും, നല്ല തിളപ്പിച്ചാറിയ വെള്ളം. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ ഓൾറെഡി 2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് തിരുമ്മി വെച്ചതാണ്. അപ്പോൾ ഇതിനകത്തൊരു സ്പൂൺ ആകുമ്പോൾ അത് മതിയാവും. ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്നത് മാറ്റി വെക്കാം. കാരണം ആ നല്ല ചൂടങ്ങ് മാറി ചെറു ചൂടാകുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി മതി ചോറിന്, അത്രയും ടേസ്റ്റ് കേട്ടോ ഈ അച്ചാർ. പിന്നെ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുള്ളപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കണ്ട, ചെറു ചൂടായി കഴിയുമ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നല്ലത്. കുറേ നാളത്തേക്ക് ഇരിക്കാനൊക്കെ നല്ലതാണത്. അങ്ങനെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. എല്ലാവരും കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ ഗൈസ്.